ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലൈവിൽ നമ്മൾ കണ്ടതാണല്ലേ അച്ഛന്മാരൊക്കെ വരുന്നത്. അതായത് നോറയുടെ വാപ്പ വരുന്നു, അതുപോലെ അഭിഷേകിൻ്റെ അച്ഛൻ വരുന്നു, സിജോയുടെ അച്ഛൻ വരുന്നു. അങ്ങനെ എല്ലാവരുടെ അച്ഛന്മാർ, 3 പേരുടെ അച്ഛന്മാർ വരുന്നു, ഒരുമിച്ച് വരുന്നു. വളരെ സർപ്രൈസ് ആയിട്ടാണ് അച്ഛന്മാരിങ്ങനെ 3 പേരും കൂടി കയറി വരുന്നു പാട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ സിജോ അവരുടെ അമ്മയും ഒക്കെ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ടെങ്കിലും ആദ്യം വരുന്നത് അച്ഛന്മാരാണ്. 3 അച്ഛന്മാരും കയറി വരുന്നു. പിന്നെ അവരുടേതായ കുറേ കാര്യങ്ങളും അവരുടെ സംസാരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നോറയുടെയാണ്. നമ്മൾക്ക് അറിയാം, നോറ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നോറയുടെ വാപ്പയുമായിട്ട് അത്ര രസകരമല്ല, ചെറിയ ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ട്. അത്ര രസകരമായ രീതിയിലല്ല അവർ പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും വാപ്പ വരുമെന്ന് നോറ തീരെ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ വാപ്പ ഇങ്ങനെ കയറി വരുമ്പോൾ നോറ ശരിക്കും പറഞ്ഞ് നോറ ഞെട്ടി. നോറയ്ക്ക് എത്ര ഭയങ്കര മാത്രം ഹാപ്പിയാണ് അതിൽ കാണുന്നത്. അതുപോലെ നോറയുടെ വാപ്പയാണെങ്കിലും എല്ലാവരോടും വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. അതുപോലെ സിജോയുടെ അമ്മ വന്നിട്ട് ആ ഒരു പാട്ടും സിജോയുടെ അമ്മ ഇങ്ങനെ കയറി വരുന്നു, സിജോയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. കാരണം അവർക്ക് അവരുടെ മോൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവർ കാണും. അതായത് സിജോയുടെ അമ്മ വരുമ്പോൾ നമ്മൾ പോലും ഒന്ന് കരഞ്ഞു പോകും. കാരണം ആ അമ്മ കയറി വരുന്നു, ആ ഒരു പാട്ടും അമ്മ കയറി വരുന്നതും മോനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും, മോനെ സുഖമാണോ എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ അമ്മ പിടിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും ഒന്ന് വിഷമിച്ചു. കാരണം നമുക്കറിയാം, നമുക്ക് സിജോയുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട്. കാരണം ആ ഒരു ഇൻസിഡൻറ്റ് വന്നതുകൊണ്ടാണ് സിജോയ്ക്ക് അങ്ങനെയൊക്കെ ഗെയിമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതും സർജറി വന്നതും. അതെല്ലാം വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും, ആ അമ്മയുടെ വിഷമം മുഴുവൻ അതിൽ കാണുന്നു. അത് കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ആ അമ്മ വന്നു, അങ്ങനെ മകനെ കണ്ടു. വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ. നമുക്ക് വളരെ സന്തോഷകരം തോന്നിയൊരു നിമിഷങ്ങൾ, അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്നതും എല്ലാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അഭിഷേകിൻ്റെ സിസ്റ്റർ വരുന്നു, അഭിഷേകിൻ്റെ അച്ഛൻ വരുന്നു, അഭിഷേകിനെ ഉപദേശിക്കുന്നു. അഭിഷേകിൻ്റെ കാര്യം അറിയാലോ, എല്ലാവരുടെ അമ്മമാരും ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അഭിഷേക് ഇങ്ങനെ പോയി ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു വിഷമം തോന്നും. അതായത് അമ്മ മരിച്ച ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അമ്മമാരുള്ളവർക്കത് അല്ലേ, നമ്മുടെ അമ്മനെ 2 ദിവസം നമ്മൾക്ക് കാണാതെ വിളിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴറിയാം നമുക്ക് അതിൻ്റെ വിഷമം. അപ്പോൾ ഒരമ്മ ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീരാ നഷ്ടം തന്നെയാണ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും അമ്മമാർ വന്നിങ്ങനെ മക്കളെ ആശ്വസിപ്പിക്കുന്നതും തലോടുന്നതൊക്കെ കാണുമ്പോൾ അഭിഷേക് വളരെ വിഷമത്തോടെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അഭിഷേകിൻ്റെ അച്ഛൻ വരുന്നു. അച്ഛൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ, സംസാരമൊക്കെ നല്ല രസമുണ്ട്. അഭിഷേകിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ എപ്പോഴും ബീൻ ബാഗിലൊക്കെ കയറിയിരിക്കാണ്ട് കുറച്ചും കൂടെ നന്നാവണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രോള് കാണാം അച്ഛനൊക്കെ. അതുപോലെ ഈ 3 അച്ഛന്മാരും നല്ല രസമുണ്ട്, 3 അച്ഛന്മാരുടെയും സംസാരങ്ങളൊക്കെ കേൾക്കാൻ. അപ്പം നോറയുടെ വാപ്പയാണെങ്കിൽ എല്ലാവരോടും സംസാരിക്കുന്നു, നോറയെ കെട്ടിപ്പിടിക്കുന്നു. നോറയുടെ ഭയങ്കര സ്നേഹമാണ് നോറയുടെ വാപ്പ കാണിക്കുന്നത്. അതങ്ങനെയാണല്ലോ, ഒരു മകള് അച്ഛനും മക്കളും തമ്മിൽ പലതരത്തിലുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാവുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും അതിപ്പോൾ എത്ര എന്തൊക്കെ തന്നെ എന്ന് പറഞ്ഞാലും മക്കളോടുള്ള സ്നേഹം, ആ ഒരു വാത്സല്യം അതൊരു പ്രത്യേക തരം തന്നെയാണ്. അപ്പോൾ വാപ്പ ഒന്നും നോറയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ വിഷമിച്ച് ഒരു സ്ഥലത്ത് പോയിരുന്നു ഇങ്ങനെ കരയാണ്. കാരണം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഓരോ പാട്ട് കേൾക്കുമ്പോഴും എല്ലാവർക്കും വരാത്തവർക്ക് എൻ്റെ വീട്ടിൽ നിന്നാണോ എന്നൊരു ഇതുണ്ടാവും. കാരണം അവർ വന്നിട്ട് ഇത്ര ദിവസമായി ഇവിടെ വന്നിട്ട് വീട്ടുകാരെ കാണാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇനി വരാനുള്ള ജാസ്മിൻ്റെ റസ്മിൻ്റെയും ആണ്. പക്ഷെ അവരെന്തായാലും വരും, കാരണം നാളത്തോടെ ഈ റൗണ്ട് തീരുകയാണ്. അപ്പോൾ എന്തായാലും അവരാണ് ലാസ്റ്റ് വരാൻ പോകുന്നത്, 2 ഫാമിലീസ്. അപ്പോൾ ഈ സോങ് കേട്ടപ്പോഴും ജാസ്മിൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവരുടെ വീട്ടിൽ നിന്നാണോ വാപ്പയാണോ ഉമ്മയാണോ എന്നൊക്കെ നോക്കുന്നു. പക്ഷെ കയറി വരുന്നത് ഈ 3 അച്ഛന്മാരാണ്. അതിന് ശേഷം പിന്നെ അമ്മ വരുന്നു, സിസ്റ്റർ വരുന്നു, അഭിഷേകിൻ്റെ സിസ്റ്റർ വരുന്നു, പിന്നെ സിജോയുടെ അമ്മ വരുന്നു. അങ്ങനെ എല്ലാം നല്ല രസകരമായി തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നോറയുടെ ബാപ്പ് വന്നിട്ട് ജാസ്മിൻ്റെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടം തോന്നി. കാരണം ആ ഒരു അച്ഛൻ അവർക്കറിയാം, കാരണം നോറയുടെയൊക്കെ തന്നെ ഏകദേശം ഏജ് ആയിരിക്കും ജാസ്മിനും. അപ്പോൾ തൻ്റെ മകളെ പോലെ തന്നെ അദ്ദേഹം ആ ഒരു ജാസ്മിനെയും കണ്ടു. കാര്യം അവർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, നോറയും ജാസ്മിനും തമ്മിൽ എപ്പോഴും നമുക്കറിയാം അടിയും വഴക്കും കുത്തും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അതെല്ലാം ഗെയിമാണ്. അപ്പോൾ ആ വാപ്പം ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, വിഷമിക്കേണ്ട മോളുടെ ഉപ്പയും ഉമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നു. ജാസ്മിൻ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ജാസ്മിനോടത്തെ പണിയൊക്കെ എടുക്കുന്നു, ഓടി നടക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഉള്ളിലും ഒരു ടെൻഷൻ ഉണ്ട്. കാരണം നമുക്കറിയാം
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വസ്ത്രങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെ ജാസ്മിൻ ഒരു വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരെന്താ എനിക്ക് ഡ്രസ്സ് തരുന്നില്ല, എനിക്ക് ആകെ പേടിയാവും. നമുക്കറിയാം ബിഗ് ബോസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞതും എല്ലാം ജാസ്മിൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എനിക്ക് പേടിയാവുന്നു ബിഗ് ബോസ്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് വരുന്നില്ല, എന്താണെന്ന് അറിയില്ല, എനിക്ക് അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ജാസ്മിൻ ആ ഒരു കാര്യത്തിൽ പോലും, ഡ്രസ്സ് വരാതിരുന്ന കാര്യത്തിൽ പോലും ജാസ്മിൻ വീട്ടുകാർക്ക് എന്നോട് ദേഷ്യമാണോ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ അറിയാം, ജാസ്മിനെ ഏകദേശം പുറത്തെ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നവരും അതുപോലെ പോയവരും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ജാസ്മിൻ അറിയാവുന്നതാണ്. ജാസ്മിന് പുറത്ത് കുറെ നെഗറ്റീവായിട്ടുണ്ട്. അതായത് ഗബ്രിയുമായുള്ള ഒരു റിലേഷൻ, ഗബ്രി ഇപ്പോൾ പോയി എന്നിരുന്നാലും ഗബ്രിയുമായുള്ള റിലേഷൻ കൊണ്ട് ജാസ്മിന് പുറത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ടെന്നുള്ള കാര്യം ജാസ്മിന് അറിയാവുന്നത് തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടാണോ വീട്ടിൽ നിന്ന് വരാത്തത്, എന്താണ് അവരുടെ പ്രതികരണം, അതൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. കാരണം നമ്മളിവിടെ കാണിക്കുന്നത് എല്ലാം 24/7 വീട്ടുകാർ കാണുന്നുണ്ട്, നാട്ടുകാർ കാണുന്നുണ്ട്, ബന്ധുക്കൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അവരുടെ ഫാമിലി വരുമ്പോഴാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശ്രീതുവിൻ്റെ അമ്മ വന്നിട്ട് ശ്രീതുവിനെ കുറെ ഉപദേശിക്കുന്നു. അതുപോലെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളൊക്കെ, നീ അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം. ചിലർ പറയുന്നുണ്ട് നീ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്സരയുടെ അമ്മയാണെങ്കിലും പറഞ്ഞു, മോള് ആദ്യം വന്നപ്പോൾ നല്ല രീതിയിൽ കളിക്കേണ്ടതെന്ന്, പിന്നെ മോളൊന്ന് ഡൗൺ ആയി, പിന്നെ വീണ്ടും ഇപ്പോൾ ശരിയായിട്ടുണ്ട്, അപ്പം നല്ല രീതിയിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവരവരുടെ ആൾക്കാരെ ഉപദേശിക്കുകയും അഡ്വൈസ് എല്ലാം ഉപദേശിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ജാസ്മിനും ഉണ്ടാവും ആഗ്രഹം, ജാസ്മിൻ്റെ വീട്ടുകാരുടെ റിയാക്ഷൻ ആണ് എന്നറിയാനായിട്ട് ജാസ്മിനും ആഗ്രഹമുണ്ടാവും. അപ്പം അതിനുവേണ്ടി ജാസ്മിൻ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ എനിക്കറിയാം പ്രേക്ഷകരായി നിങ്ങളും വെയിറ്റിംഗ് ആണ്. ജാസ്മിൻ്റെ വാപ്പ ഒന്ന് എന്തെങ്കിലും പറയോ, ഉമ്മ ഒന്ന് എന്തെങ്കിലും പറയോ എന്നൊക്കെ അറിയാൻ നിങ്ങളും വെയിറ്റിംഗ് ആണ്. പക്ഷേ എന്തായാലും അവരവരെ മകളെ കാണാൻ വരും. അതുപോലെ റസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല. ഈ 2 ഫാമിലീസും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ കൂടുതൽ ടെൻഷൻ അടിച്ച് കൂടുതൽ വിഷമിച്ചിരിക്കുന്നത് ജാസ്മിൻ തന്നെയാണ് തീർച്ചയായിട്ടും. അതിലെല്ലാം ലൈവിലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നോറയുടെ വാപ്പ ആശ്വസിപ്പിക്കുന്നുണ്ട്, വരും മോള് വിഷമിക്കേണ്ട, മോളുടെ വാപ്പയും ഉമ്മയൊക്കെ വരും, മോളെ കാണാൻ വരും എന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. എനിക്ക് വളരെ ഒരു സ്നേഹം തോന്നി ആ ബാപ്പയുടെ അടുത്ത്. എത്ര തന്നെയാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അത് കേട്ടപ്പോൾ ജാസ്മിന് സന്തോഷമായി. കാരണം അവർ വരും എന്നുള്ളൊരു പ്രതീക്ഷ ജാസ്മിന് അറിയാം, വരുമെന്ന് അറിയാൻ പറ്റും. എന്നാലും എന്തുകൊണ്ടാണ് വരാത്തത്, കാരണം ബാപ്പയ്ക്ക് അസുഖമുള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമാണ്. അപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാരും കൂടി വരുന്നതായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ലൈവിൽ നമുക്ക് കാണാം എന്താണ് അവർ വരുന്നതും അതുപോലെയുള്ള സംസാരങ്ങളെല്ലാം നിങ്ങളെപ്പോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.